കർത്താവ് നിങ്ങളോട് കൂടെ, ആത്മാവോടും കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ശിഷ്യന്മാർ അപ്പം എടുക്കാൻ മറന്നുപോയിരുന്നു. വഞ്ചിയിൽ അവരുടെ പക്കൽ ഒരപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. യേശു മുന്നറിയിപ്പ് നൽകി, നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. ഫരിസയരുടെയും ഹെറോദോസിൻ്റെയും പുളിപ്പിനെ കുറിച്ച് കരുതലോടെ ഇരിക്കുവിൻ. അവൻ ഇങ്ങനെ പറഞ്ഞത് തങ്ങളുടെ പക്കൽ അപ്പമില്ലാത്തത് കൊണ്ടാണെന്ന് അവർ പരസ്പരം പറഞ്ഞു. ഇത് മനസ്സിലാക്കിയ യേശു അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് അപ്പമില്ലാത്തതിനെ കുറിച്ച് എന്തിനു തർക്കിക്കുന്നു? ഇനിയും നിങ്ങൾ മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നില്ലേ? നിങ്ങളുടെ ഹൃദയങ്ങൾ മന്ദീഭവിച്ചിരിക്കുന്നുവോ? കണ്ണുണ്ടായിട്ടും നിങ്ങൾ കാണുന്നില്ലേ? ചെവിയുണ്ടായിട്ടും നിങ്ങൾ കേൾക്കുന്നില്ലേ? നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? 5 അപ്പം ഞാൻ 5000 പേർക്കായി ഭാഗിച്ചപ്പോൾ ശേഷിച്ച കഷണങ്ങൾ നിങ്ങൾ എത്ര കുട്ട നിറച്ചെടുത്തു? 12 എന്ന് അവർ പറഞ്ഞു. 7 അപ്പം 4000 പേർക്ക് വീതിച്ചപ്പോൾ മിച്ചം വന്ന കഷ്ണങ്ങൾ നിങ്ങൾ എത്ര കുട്ട എടുത്തു? 7 എന്ന് അവർ മറുപടി പറഞ്ഞു. അവൻ ചോദിച്ചു, എന്നിട്ടും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ? കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോ മിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മൾ വായിച്ചു കേട്ട വചനഭാഗങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് പറഞ്ഞു തരിക. അതായത് ദൈവം നമ്മളെ ഓരോരുത്തരെയും നോക്കി, നീ എൻ്റെ പ്രിയപ്പെട്ടവനാണ്, നിന്നിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു എന്ന് പറയുന്നത്, അതാണ് ഏറ്റവും വലിയ ഒരു സൗഭാഗ്യം. അതേ സമയത്ത് ദൈവം നമ്മളെ നോക്കി പറയുകയാണ്, അതായത് ഞാൻ നിന്നെ നിന്നെ സൃഷ്ടിച്ചപ്പോൾ നിനക്ക് നൽകിയ അനുഗ്രഹങ്ങളൊന്നും നീ ഉപയോഗിക്കാതെ നീ തോന്നിവാസം ജീവിച്ചു, അതുകൊണ്ട് നിന്നെ ഓർത്ത് ഞാൻ പരിതപിക്കുന്നു എന്ന് ദൈവം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ സങ്കടമായിട്ടായിരിക്കും നമുക്ക് ജീവിതത്തിലുണ്ടാകുക. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരമ്മ തൻ്റെ മകനെക്കുറിച്ച് പറഞ്ഞൊരു കാര്യം എൻ്റെ മനസ്സിലേക്ക് വന്നു. അതിപ്രകാരമാണ് ആ അമ്മ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞ കാര്യമാണ്. അതായത് എൻ്റെ മകനെക്കുറിച്ച് ഞാൻ എന്തുമാത്രം നൊമ്പരപ്പെട്ടു, വേദനിച്ചു. കാരണം അവന് ഉണ്ടായിരുന്ന നല്ല ജോലി കളഞ്ഞു, മദ്യപാനത്തിന് അടിമപ്പെട്ടു, അവിശുദ്ധ കൂട്ടുകെട്ടുകളിലൊക്കെ പോയി, അതുപോലെ തന്നെ ഒത്തിരിയേറെ കടബാധ്യതകൾ കുടുംബത്തിന് സൃഷ്ടിക്കുകയൊക്കെ ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ആ അമ്മ മകനെക്കുറിച്ച് പറഞ്ഞത്, അച്ഛാ, ഈ മകനെക്കുറിച്ച് ഞാൻ അവനോട് ഒത്തിരി വേദനിപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. അവനെ എനിക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അവനെ നഷ്ടപ്പെട്ടവനായിട്ടാണ് ഞാൻ കണക്കാക്കിയത്. അവനെ നഷ്ടപ്പെട്ടവനായിട്ടാണ് കണക്കാക്കി. ഇവനെ സൃഷ്ടിച്ചല്ലോ എന്ന് ഓർത്ത് ഞാൻ സങ്കടപ്പെടുന്ന അച്ഛാ എന്ന് പറഞ്ഞു. കാരണം അത്രമാത്രം ഒരു മാനസിക വിഷമത്തിലൂടെയായിരുന്നു ആ അമ്മ കടന്നുപോയി. അമ്മ പറയുന്ന കാര്യം, ഇത്രമാത്രം ഞാൻ അവനെ സ്നേഹിച്ചിട്ടും എല്ലാ സുഖ സൗകര്യങ്ങളും എല്ലാം ഒരുക്കി കൊടുത്തിട്ടും ഇവൻ ഇപ്രകാരം ജീവിക്കുന്നത് കാണുമ്പോൾ, ഈശോയെ, ഇവനെ സൃഷ്ടിച്ചല്ലോ എന്നോർത്ത് ഞാൻ സങ്കടപ്പെടുന്നു. അതായിരുന്നു ആ അമ്മയുടെ ഏറ്റവും വലിയ വിഷമം. അതിനുശേഷം ആ മകനൊരു വലിയ മാനസാന്തരം ഉണ്ടാവുകയും അവൻ ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അമ്മ പറയുകയാണ്, അച്ഛാ, ഇപ്പോഴാണ് എനിക്കൊരു വലിയ സന്തോഷം. ഇപ്പം ഈ മകനെ ഓർത്ത് ഇത്രയും നാളും മകനെ ഓർത്ത് പരിതപിച്ചുകൊണ്ടിരുന്ന ആ അമ്മ പറയുകയാണ്, അച്ഛാ, ഇപ്പോഴാണ് എനിക്കൊരു വലിയ അഭിമാനം. ഈ മകൻ്റെ ഈ ഒരു പ്രവർത്തികൾ കണ്ടു കഴിഞ്ഞപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. പ്രിയപ്പെട്ടവർ, ഇത് തന്നെയാണ് നമ്മൾ വചനത്തിലും കണ്ടത്. ഒന്നാമത്തെ വായന ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം മനുഷ്യവംശത്തെ സൃഷ്ടിച്ചു. എപ്രകാരമാണ് സൃഷ്ടിച്ചു? ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും, ദൈവത്തിൻ്റെ ആ രൂപസാദൃശ്യത്തിലും ദൈവിക ചൈതന്യത്തിലും നിറച്ച വ്യക്തിയായിട്ട് സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. അങ്ങനെ ഇത്രയും ശ്രേഷ്ഠമായ എല്ലാ സുഖ സൗകര്യങ്ങളോടും ശ്രേഷ്ഠതയോടും കൂടെ സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്ന് പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ആദിമാതാപിതാക്കൾ പാപം ചെയ്ത് കായേനും ആബേലും അവരുടെ ജീവിതത്തിൽ കൊലപാതകം വരെ വന്നു. പിന്നീട് അങ്ങോട്ട് പാപം വർദ്ധിച്ചു വരികയായിരുന്നു. അങ്ങനെ പാപം വർദ്ധിച്ചു വന്ന് മനുഷ്യൻ്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ ദൈവവിചാരത്തെക്കാൾ കൂടുതൽ തിന്മയായിരുന്നുണ്ട്.
അതാണ് നമ്മൾ വായിച്ചു കേട്ട വചനഭാഗത്തിൻ്റെ തുടക്കം പറയുന്നത്, ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നുവെന്നും അവൻ്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്നും കർത്താവ് കണ്ടു. അതായത് അവൻ്റെ ഉള്ളിൽ ദൈവവിചാരവും നന്മയും ഒക്കെ ആയിട്ടാണ് ദൈവം അവനെ സൃഷ്ടിച്ചത്. പക്ഷെ അതിന് വിപരീതമായിട്ട് അവൻ്റെ ഉള്ളിൽ ദുഷ്ടത മാത്രമാണ്. അതിനുശേഷം വചനം പറയുന്നത്, ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് പരിതപിച്ചു. ആ അമ്മയുടെ വേദന പോലെ തന്നെ ദൈവം എന്തുമാത്രമാണ് മനുഷ്യനെ സൃഷ്ടിച്ചതിനെ ഓർത്ത് വേദനിക്കുന്നത്. അപ്രകാരം ആ ഒരു വലിയ ഒരു പ്രയാസമൊക്കെ ഫ്രസ്ട്രേഷനൊക്കെ ദൈവത്തിൻ്റെ മുമ്പിൽ അത് മുഴുവനും വരച്ച് കാട്ടുക. അതായത് നമ്മളെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവം നല്ല വ്യക്തികളായിട്ടാണ് സൃഷ്ടിച്ചേക്കുന്നത്. പക്ഷെ അതിന് വിപരീതമായിട്ടാണ് നമ്മൾ പെരുമാറുന്നതെങ്കിൽ നമ്മളെ ഓർത്ത് പരിതപിക്കാനായിരിക്കും ദൈവത്തിന് സാധിക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വചനഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ഭാഗം പറഞ്ഞു വയ്ക്കുന്നത് നോഹയെക്കുറിച്ചാണ്. നോഹയെക്കുറിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ നീതിമാനായിരുന്നു, ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ വൃത്തിയായി നന്നായിട്ട് ദൈവവിചാരത്തോടെ ജീവിച്ചിരുന്നവനാണ് നോഹ. പ്രിയപ്പെട്ടവരെ, അപ്രകാരം വചനത്തിലുടനീളം നമുക്ക് കാണാം ദൈവത്തിൻ്റെ പ്രീതി സ്വന്തമാക്കിയ ഒത്തിരിയേറെ ആളുകൾ. പ്രധാനമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ദാവീദ് രാജാവിനെ കുറിച്ച് പറഞ്ഞ ദൈവത്തിൻ്റെ ഹൃദയത്തിനോ അനുയോജ്യനായ രാജാവ്. ദൈവത്തിൻ്റെ ഹൃദയത്തിന് അനുയോജ്യനായ രാജാവ് ഒത്തിരിയേറെ വ്യക്തികളെ കാണാൻ പറ്റും. പുതിയ നിയമത്തിലേക്ക് വന്നു കഴിയുമ്പോൾ പരിശുദ്ധ അമ്മയെ നോക്കിക്കൊണ്ട് ദൈവദൂതൻ പറയുന്ന കാര്യമുണ്ട്, ഇത് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, നീ ദൈവകൃപ നിറഞ്ഞവളാണ്, ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രീതി കണ്ടെത്തിയവളാണ്. ഈശോയെ നോക്കി ഈശോയുടെ മാമോദിസ വേളയിൽ സ്വർഗം തുറന്ന് ദൈവം പറയുന്ന കാര്യമുണ്ട്, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, ഇവന് ഞാൻ സംപ്രീതനായിരിക്കുന്നു. എൻ്റെ അർത്ഥം ദൈവത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരായിട്ട് നമ്മൾ മാറും. ദൈവത്തിൻ്റെ സംപ്രീതി നമ്മുടെ ഉള്ളിൽ നിറയുന്നതായിട്ട് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, അപ്രകാരം പാപത്തെ ഉപേക്ഷിച്ച് പാപത്തിൽ നിന്നൊക്കെ മാറി നമ്മൾ ദൈവവിചാരത്തോടെ ദൈവിക ചൈതന്യത്തോടെ നല്ല വ്യക്തിത്വങ്ങളായിട്ട് ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് ദൈവം നമ്മളിൽ ഏറ്റവും കൂടുതൽ സംപ്രീതനാകുക. ഇന്ന് നമ്മുടെയൊക്കെ നാട്ടിൻ്റെ അഭിമാനമായ വിശുദ്ധ ചാവറയച്ചൻ്റെ തിരുനാൾ സഭയിൽ ആഘോഷിക്കുന്നുണ്ട്. തനിക്ക് ലഭിച്ച ആ ജീവിതം മുഴുവനും നമ്മുടെ സമൂഹത്തിൻ്റെയും സഭയുടെയും ഒക്കെ ഉന്നമനത്തിനായിട്ടും വിശ്വാസം ദൃഢപ്പെടുത്തുവാനൊക്കെ ആയിട്ട് ഒത്തിരിയേറെ പരിശ്രമിച്ച വിശുദ്ധനാണ് വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ഒരു തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാവുന്ന കാര്യം, നമ്മുടെ ജീവിതങ്ങളും തിന്മ നിറഞ്ഞ ജീവിതങ്ങളാകാതെ നമ്മുടെ ജീവിതങ്ങൾ നന്മയോടെ കർത്താവ് ഈ ലോകത്തിൽ ജീവിച്ചതുപോലെ നന്മ ചെയ്ത് കടന്നു പോയതുപോലെ നമ്മുടെ ജീവിതങ്ങൾ നന്മ ചെയ്ത് കടന്നു പോകുന്ന ജീവിതങ്ങളാകുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അതിനു വേണ്ട എല്ലാ കൃപകളും ദൈവം നമുക്ക് സമർത്ഥമായി നൽകട്ടെ എന്ന് ഈ വിശുദ്ധ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.